സ്വർണ്ണവിലയിൽ വൻ ഇടിവ് തുടരുകയാണ്. ഇത് ആഭരണ പ്രേമികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. വില കുറയുന്ന സാഹചര്യത്തിൽ ആളുകൾ സ്വർണം വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കും. എങ്കിൽ ഈ സമയത്ത് സ്വർണം വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. സ്വർണ്ണവിലയിലുണ്ടായ കനത്തിടിവ് സംസ്ഥാനത്തെ സ്വർണ്ണാഭരണ വിപണിക്ക് വലിയ ആവേശം പകരുന്ന ഒന്നാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം മുറുകിയതും അമേരിക്കയിൽ പലിശ കുറയില്ലെന്ന സൂചനയുമാണ് സ്വർണ്ണവില ഇന്ന് തകർത്തിരിക്കുന്നത്. രാജ്യാന്തര വിപണിയിൽ കഴിഞ്ഞ വാരം സ്വർണ്ണവില ഔൺസിന് 12% ഇടിവാണ് സംഭവിച്ചത്. അങ്ങനെ $4,490 എത്തി. കഴിഞ്ഞ വെള്ളിയാഴ്ച വില 3% ഇടിഞ്ഞു. 43 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിവാര വില തകർച്ചയാണ് കഴിഞ്ഞ ആഴ്ച സ്വർണ്ണത്തിൽ രേഖപ്പെടുത്തിയത്. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെതിരെ ആക്രമണം തുടങ്ങിയതിനു ശേഷം എല്ലാ വാരങ്ങളിലും തുടർച്ചയായി സ്വർണം തിരിച്ചടി നേരിടുന്നതും കണ്ടു. യുദ്ധത്തിന്റെ ആശങ്കയിലുണ്ടായ വിലത്തകർച്ച വിപുലമായ അവസരമാണ് ഇന്ന് നിക്ഷേപകർക്ക് ഒരുക്കുന്നതെന്ന് ജ്വല്ലറി വ്യാപാരികളും പറയുന്നു. മാത്രമല്ല, വില കുറഞ്ഞതോടെ ജ്വല്ലറികളിൽ സ്വർണം വാങ്ങാൻ ആളുകളുടെ തിരക്കേറി. സ്വർണ്ണവില ഏത് സമയം നിരീക്ഷിക്കുന്നവരാണ് ഇന്ന് നമ്മളിൽ പലരും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സ്വർണ്ണവില കുറഞ്ഞു വരുന്നത് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ഇത് ആഭരണ പ്രേമികളെ സ്വർണത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ ഓരോ വ്യക്തിയുടെ വരുമാനത്തെ നേരിട്ട് ബാധിച്ചേക്കാമെന്നാണ്. അതായത്, സ്വർണ്ണവില കുത്തനെ കുറയുമ്പോൾ സ്വർണം വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. സ്വർണം വാങ്ങുന്നവർ ആദ്യം എന്താണ് ആവശ്യമെന്ന് തീരുമാനിച്ച് മാത്രം സ്വർണം വാങ്ങുക. നിക്ഷേപമായാണ് സ്വർണം സൂക്ഷിച്ചു വെക്കാൻ വാങ്ങുന്നതെങ്കിൽ 24, 22 ക്യാരറ്റുകളാണ് നിങ്ങൾ വാങ്ങേണ്ടത്. 24 ക്യാരറ്റിൽ ബാർ, കോയിൻ എന്നിവ കിട്ടുന്നതായിരിക്കും. ആഭരണം കിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. 100% സ്വർണം അടങ്ങിയതാണ് 24 ക്യാരറ്റ്. എന്നാൽ 92% സ്വർണ്ണമടങ്ങിയ 22 ക്യാരറ്റിൽ കോയിനും ആഭരണങ്ങളും കിട്ടും. മറിച്ച് 22 ക്യാരറ്റാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ 92% സ്വർണമാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. 22 ക്യാരറ്റിൽ കോയിനും ആഭരണങ്ങളും ലഭ്യമാണ്. 22 ക്യാരറ്റിന്റെ സ്വർണ്ണവിലയിലാണ് ജ്വല്ലറികളിലെ ബോർഡുകളിൽ പ്രദർശിപ്പിച്ചു പോകുന്നത്. ഈ ആഭരണങ്ങൾ ബാങ്കുകൾ വായ്പ നൽകുന്നതിനായി ഈടാക്കുകയും ചെയ്യും. 22 ക്യാരറ്റ് നിർമ്മിക്കുന്നത് സ്വർണവും ചെമ്പും ചേർത്താണ്. 92% സ്വർണം അടങ്ങിയതിനാൽ തിളക്കത്തിനൊട്ടും ഇതിൽ കുറവ് വരില്ല. ഇന്ന് 22 ക്യാരറ്റ് സ്വർണം 1 പവൻ വാങ്ങണമെങ്കിൽ പണിക്കൂലിയും വിലയുമെല്ലാം ചേർത്താൽ 1,20,000 അടുത്ത് വരും. ഡിസൈൻ അനുസരിച്ച് മാറ്റവും സംഭവിക്കാം. ഈ മാസം 1-ന് 1,26,000 രൂപയായിരുന്നു 22 ക്യാരറ്റ് സ്വർണം പവന് രേഖപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ 1 ലക്ഷം രൂപയിലേക്ക് അടുത്തിരിക്കുകയാണ് സ്വർണ്ണവില. ഏകദേശം 20,000 രൂപയ്ക്ക് അടുത്താണ് ഈ മാസം കുറഞ്ഞിരിക്കുന്നത്. ഇത് ജ്വല്ലറികളിലേക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന ഘടകമാണ്. എന്നാൽ ഇപ്പോൾ സ്വർണം വാങ്ങുന്നവരെക്കാൾ ആശങ്കപ്പെടുന്നത് പഴയ സ്വർണം വിൽക്കാൻ ഉദ്ദേശിച്ചവരാണ്. 3 ആഴ്ചയ്ക്കിടെ 20,000 രൂപ കുറയുമെന്ന് ഇവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ആഭരണങ്ങൾ മാത്രം കിട്ടുന്ന സ്വർണമാണ് 18, 14, 9 ക്യാരറ്റുകൾ. ഇവയിൽ കോയിനോ ബാറോ ലഭിക്കില്ല. 18 ക്യാരറ്റ് 1 പവന് 87,960 രൂപയാണ്. ഗ്രാമിന് 10,995 രൂപയും. 14 ക്യാരറ്റിന് പവന് 68,520 രൂപയും 9 ക്യാരറ്റിന് 44,200 രൂപയിലുമാണ് വ്യാപാരം. വെള്ളിയുടെ വില ഇടിഞ്ഞു വീണ ഗ്രാമിന് 245 രൂപയുമായിട്ടുണ്ട്. മാത്രമല്ല, ഇവയ്ക്ക് പണിക്കൂലിയും കൂടുതലായിരിക്കും. എന്തായാലും വാങ്ങുന്ന സ്വർണം കൃത്യമായി എത്ര ക്യാരറ്റ് എന്ന് മനസ്സിലാക്കണം. അതിനാണ് ഹോൾമാർക്കിംഗ് ഗുണം പരിശോധിക്കുന്നത്. പരിശുദ്ധിയും തൂക്കവും ജ്വല്ലറിയുടെ പേരുമെല്ലാം ഹോൾമാർക്കിംഗിൽ സൂചിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.